കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൊക്കാത്ര എന്ന ദ്വീപിൻ്റെ കഥയായാലോ? കഥയുടെ പേര് ഇങ്ങനെയും ഒരു ദ്വീപ്. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ച ചാൾസ് ഡാർവിനെ പറ്റി കേട്ടിട്ടില്ലേ? 1859 ഈ സിദ്ധാന്തം അവതരിക്കപ്പെട്ടത്. അതിനു മുമ്പ് 1835 അദ്ദേഹം പസഫിക്കിലെ ഒരു ദ്വീപിലെത്തി. ലോകത്ത് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത ജീവികളും ചെടികളുമൊക്കെ ആയിരുന്നു അവിടെ നിറയെ. ഗാലപ്പഗോസ്, അതാണ് ആ ദ്വീപിൻ്റെ പേര്. ഗാലപ്പഗോസ് പോലെ വിചിത്രമായ ജീവജാലങ്ങളും സസ്യങ്ങളുമുള്ള ഒരു ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട്. പേര് സൊക്കോത്ര. യമനിൽ നിന്ന് 240 കിലോമീറ്റർ അകലെയാണത്. സൊക്കോത്ര എന്ന വലിയ ദ്വീപും അബ്ദ് അൽ കുരി, സംഹാർ, ദർസ എന്നീ 3 പ്രധാന ദ്വീപുകളും കുറേയേറെ കുഞ്ഞു ദ്വീപുകളും ചേർന്നതാണ് സൊക്കോത്ര. അവിടുത്തെ പ്രാദേശിക ഭാഷയായ സൊക്കാത്രയിലെ സുഖ്, ചിന്ത, ഗുത്ര, തുള്ളി എന്നീ വാക്കുകളിൽ നിന്നാണ് സൊക്കാത്ര എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. കൂട്ടുകാർക്ക് സൊക്കാത്ര ദ്വീപിൻ്റെ കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.